അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ പാരമ്പര്യ കലയായ കളമെഴുത്തിന്റെ ആചാര്യനായിരുന്ന കലാരത്നം അമ്പലപ്പുഴ പരമേശ്വരക്കുറുപ്പിന്റെ മകനാണ് ശ്രീ ഗോപാൽ. അദ്ദേഹത്തിന്റെ പുത്രനുകൂടിയാണ് ശ്രീ അനന്ത കൃഷ്ണൻ. ക്ഷേത്രത്തില് നമ്മൾ 10ാം ഉദയത്തിനോടനുബന്ധിച്ച് അനുഷ്ഠിച്ചു പോകും. ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഈ ദേശത്ത് ഉണ്ടായിരുന്ന ആ ഭഗവതി ഈ ക്ഷേത്രം ഉണ്ടായതിനു ശേഷം ആ ഭഗവതിയുടെ ആ ശക്തി കാരണം രാത്രി സമയങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയം ജനിപ്പിക്കുന്നതിനാൽ അന്നത്തെ ഉണ്ടായിരുന്ന രാജാവിൻ്റെ കാലത്താണ് ആ രാജാവ് ഭഗവതിയെ മുളയറയിൽ പ്രതിഷ്ഠിക്കുകയും അതിൻ്റെ ആ രൗദ്രഭാവം കുറയ്ക്കുന്നതിനായിട്ട് മഹാദേവനെ മുമ്പിൽ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ രാജാവ് ആ ഭഗവതിക്ക് വേണ്ട ചടങ്ങുകളോ ഒട്ടും കുറവ് വരുത്താതെ ഉത്സവകാലങ്ങളിലാണെങ്കിൽ തന്നെ 9 ദിവസം പടയണി പണ്ടുകാലത്ത് നടന്നുകൊണ്ടിരുന്നു. ഇന്നും പടയണി നടക്കുന്നുണ്ട്. 2ാം ഉത്സവവും 3ാം ഉത്സവവും 4ാം ഉത്സവവും ഒക്കെ ആയിട്ട് ആ പടയണി ഭഗവതിയെ സങ്കല്പിച്ച് പടയണി നടക്കുന്നുണ്ട്. അതോട് കൂടാതെ തന്നെ മേടം 1 മുതൽ 10 ദിവസം ഭഗവതിയുടെ ആ കളവെഴുത്തും പാട്ടും നാടകശാലയിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും മേടം 1-ാം തീയതി മുതൽ 10ാം തീയതി വരെ 10ാം ഉദയത്തിന് വിപുലമായ രീതിയിൽ പണ്ടുകാലത്ത് ഇവിടെ 16 കൈകളോട് കൂടിയിരുന്ന ഭഗവതിയാണ് വരച്ചുകൊണ്ടിരുന്നെങ്കിൽ എന്നാൽ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ 32 കൾ ഇപ്പോൾ കേരളത്തിലെ തന്നെ അപൂർവമായിട്ട് ഉള്ളതാണ് ഈ 32 കൈകളുള്ള രൂപം. ഏറ്റവും വലുത് 64 കൈകളാണ്. അത് 12 വർഷം കൂടുമ്പോൾ വൈക്കത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ നമ്മുടെ അമ്പലപ്പുഴയിൽ എല്ലാ വർഷവും 32 കൈകളോട് കൂടിയുള്ള ഭഗവതിയുടെ കളം ഇന്നിപ്പോൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ആ ഭഗവതിയുടെ ആ ശക്തി എന്ന് പറയുന്നത് ഈ കളമെഴുത്തിൻ്റെ ഒരു നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശത്ത് ഉണ്ടായിരിക്കുന്ന ശത്രുബാധകൾ, രോഗദുരിതങ്ങൾ 1 വർഷക്കാലത്തേക്ക് ദേശത്ത് ഈ ദുരിതങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും പിന്നെ അഭീഷ്ടകാര്യസിദ്ധി മറ്റേ സമ്പൽ സമൃദ്ധി ഇതിനൊക്കെ വേണ്ടി കൃഷികളും അതുപോലുള്ള പണ്ട് കാലത്ത് ഈ ഓരോ ആൾക്കാരും അവരുടെ കൃഷി ചെയ്ത് കിട്ടുന്ന ആ ഇത് ഭഗവതിക്ക് സമർപ്പിക്കുകയും ആ ഒരു സങ്കല്പം ഇത് ഉത്സവം ആഘോഷിക്കുന്ന ദേശം അവരുടെ കൃഷിനാശം ഉണ്ടായിരിക്കലും പ്രകൃതി അനുകൂലമാകാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ചടങ്ങുകളൊക്കെ പണ്ട് കാലത്ത് നടന്നു. ശത്രുബാധകളും അതുപോലെ രോഗ ദുരിതങ്ങളും ഒഴിയും. അത് 100% സത്യമായ കാര്യമാണ്. നമ്മുടെ പാരമ്പര്യ കലയായ ഈ അനുഷ്ഠാന കലയിലെ 3ാമത്തെ തലമുറയാണ് എത്തി നിൽക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക്. ഞാൻ ഏകദേശം ഒരു 11-12 വയസ്സോടുകൂടി ആദ്യമായിട്ട് ഈ നാടകശാലയിലാണ് കളവെഴുതി തുടങ്ങുന്നത്. അതിനു മുമ്പ് ചെരാവള്ളി കുടുംബക്കാർക്കാണ് ഈ കളമെഴുത്തിനുള്ള അവകാശം പണ്ടുകാലത്ത് മുതലേ ചെയ്തു വന്നിരുന്നത്. എൻ്റെ അച്ഛനായിരുന്നു പണ്ടുകാലം മുതലേ ഈ ചടങ്ങുകൾ മുടക്കം കൂടാതെ. അന്ന് പിന്നെ ഇത്രയൊന്നും സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അച്ഛൻ അക്കാര്യത്തിൽ അതീവ ശ്രദ്ധയായിരുന്നു. ഈ ഒരു കളമെഴുത്തും പാട്ടിലും ഒട്ടും കുറവ് വരുത്താതെ തന്നെ ആ ചടങ്ങുകൾ വിപുലമായ രീതിയിൽ തന്നെ അന്ന് അച്ഛൻ മറ്റുള്ള ഇതൊന്നും നോക്കിയില്ല തന്നെ കളമെഴുത്ത് വിപുലമായിട്ട് നടത്താൻ അച്ഛന് ഒത്തിരി ശ്രമിച്ചിരുന്നു. അത് ഞങ്ങൾ ഇന്നും അത് തുടർന്നു വരികയാണ്. നന്നായിട്ട് കൊണ്ടുപോയി ഇന്നിപ്പം എല്ലാ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നാണേലും ഇവിടുത്തെ എല്ലാ ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണേലും മേലധികാരികളുടെ ഭാഗത്തു നിന്നാലും നല്ല സഹകരണമാണ്. എന്ന് വെച്ചാൽ അവർ തന്നെ ഓരോന്നും സ്പോൺസറായിട്ടും അവരുടെ സഹായങ്ങൾ ഒത്തിരി ഇന്നിപ്പോൾ ഈ കളമെഴുത്തിനും വേണ്ടി ആഘോഷമായിട്ട് നടത്തുന്നതിന് ശ്രമിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഇത് വഴിപാടൊന്നും അല്ലെങ്കിലും ആ ചടങ്ങെന്നുള്ള രീതിയിൽ അടിയന്തരമായിട്ട് നടത്തിപ്പോവായിരുന്നു. പക്ഷേ എന്നാൽ കുറേ കാലങ്ങളായിട്ട് ജീവനക്കാരും മേലധികാരികളും ഒക്കെ സ്പോൺസർ ചെയ്ത് ഓരോരുത്തരായിട്ട് ചെയ്യും. ഇന്നിപ്പം പുറത്തുള്ളവർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ അവസരമില്ല. ജീവനക്കാർ തന്നെ ഇത് ഓരോ ദിവസവും മുൻകൈയെടുത്ത് അവർ തന്നെ വന്ന് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. വളരെ ഭംഗിയായ രീതിയിൽ അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. പിന്നെ കളമെഴുത്തിൻ്റെ ഭാവങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്ന് സൗമ്യമായ ഭാവത്തിലുമുണ്ട്, രൗദ്രമായ ഭാവത്തിലും കളം വരയ്ക്കുന്നുണ്ട്. ഉടയാടകളിലും മാലകളിലൊക്കെ ഓരോ ദിവസവും വ്യത്യസ്തത വരുത്തുന്നുണ്ട്. പിന്നെ അവസാന ദിവസം
പിന്നെ 32 കിലോമീറ്റർ വാഹനമായ വേതാളത്തിൻ്റെ പുറത്താണ് ഭഗവതിയെ വരയ്ക്കുന്നത്. ഈ ചടങ്ങ് ഈ ഒരു ദിവസം കളമെഴുതുമ്പോൾ അതിന്റെ ചടങ്ങ് ഒരു ദിവസത്തെ മാത്രം ഇവിടെ കളമെഴുതുമ്പോൾ, അതായത് അമ്പലപ്പുഴ ക്ഷേത്രത്തില് കളമെഴുതുമ്പോൾ ഉള്ള ചടങ്ങ് ഇവിടെ നാടകശാലയിലാണ് നമ്മൾ ആദ്യം കളമെഴുതുന്നത്. അതിന് ആദ്യമായിട്ട് ചുറ്റും കെട്ടുവിധാനങ്ങൾ ചെയ്ത്, ഇന്നിപ്പം ചെറിയ രീതിയിലുള്ള വിധാനങ്ങളേ ഉള്ളൂ. അവസാന ദിവസം പൂർണ്ണമായ വിധാനങ്ങളെല്ലാം ഉണ്ടാവും. ഇവിടുത്തെ രാവിലത്തെ ശിവേലിക്ക് ശേഷം കുറുപ്പിൻ്റെ ഉച്ചപ്പാട്ടെന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അതിന് ഗുരു, ഗണപതി, നമ്മൾ ഉപാസിക്കുന്ന ആ മുളയറ ഭഗവതിയെ പീഠത്തിൽ ആവാഹിച്ചിരുത്തി ഒരു നിവേദ്യവും കഴിഞ്ഞ് അതിനൊരു ഉച്ചപ്പാട്ട് എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് കഴിഞ്ഞ് ഗണപതിയെയും സരസ്വതിയെയൊക്കെ സ്തുതിച്ചുള്ളൊരു പാട്ടുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് കളം വരച്ചു കൊടുക്കുന്നത്.